കെ മുരളീധരൻ രാഷ്ട്രീയ നിലപാടുകൾ പറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട നിലപാടുകളിലൊന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സംവിധാനം ശക്തമാവണം, കൂടുതൽ യൂണിറ്റ് കമ്മിറ്റികൾ സജീവമാക്കി തന്നെ പാർട്ടി മുന്നോട്ട് പോകണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മെച്ചപ്പെടണം എന്നതാണ് പറയുന്നത്. പാർട്ടിയുടെ നേതൃതലത്തിൽ മാത്രം മാറ്റമുണ്ടായിട്ട് കാര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ വളരെ നല്ലതായിരുന്നു. അതായത് കോൺഗ്രസ് യൂണിറ്റുകൾ, താഴെത്തട്ടുള്ള CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ, പക്ഷേ അത് നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സ്കീം സക്സസ് ആയില്ലെങ്കിൽ ആരെങ്കിലും തലയിൽ വെച്ച് കിട്ടുന്നത് ശരിയല്ല. കാരണം അത് പാർട്ടിക്കകത്തുള്ള ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്നത് ആ സജഷൻ ഇനി ഏറ്റെടുത്ത് നടപ്പാക്കുക, അല്ലാതെ കഴിഞ്ഞു പോയാൽ ആരെങ്കിലും തലയിൽ കുറ്റം ചാർത്തുകയല്ല വേണ്ടത്. ഭാവിയിൽ CUC മുഖാന്തരം കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക, അതിനായിരിക്കണം ഇനി ഈ ഇലക്ഷന് ശേഷമുള്ള അടുത്ത നടപടി എന്ന് പറയും. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് കണ്ണൂരിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സമ്മതം പോലും സ്വീകരിക്കാതെ. അല്ല, അതൊക്കെ അതിലൊന്നും പറയുന്നതെന്ന് അർത്ഥമൊന്നുമില്ല. മേലെ തട്ടിൽ മാറിയതുകൊണ്ടല്ല ഇവിടെ വേണ്ടത്, താഴെ തട്ടിൽ പാർട്ടിനെ ശക്തിപ്പെടുത്തണം. അല്ലാതെ X മാറി Y വന്നുകൊണ്ടൊന്നും എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനാണ് ഞാൻ പറഞ്ഞത് CUC ഉൾപ്പെടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാതെ ഈ മേലെ തട്ടിൽ പരീക്ഷണം നടത്തിക്കൊണ്ട് കാര്യമില്ല. യെസ്, കെ മുരളീധരന്റെ വാക്കുകൾ അങ്ങനെയാണ്. വടകരയിലും കെ മുരളീധരന്റെ നിലപാട് ഇങ്ങനെയാണ്. ഷാഫിയുടെ ഭൂരിപക്ഷം 50,000-ന് മുകളിലായിരിക്കുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. വടകരയിൽ വർഗീയ കാർഡ് ഇറക്കിയത് CPM ആണ്. ശൈലജ ടീച്ചർ CPM നേതൃത്വത്തിന്റെ കെണിയിൽ വീണുവെന്നും കെ മുരളീധരൻ പറയുന്നു. ടീച്ചർക്ക് 60,000 വോട്ടിന് ഹയസ്റ്റ് ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിൽ ജയിച്ചത് ഒരു ഇമേജ് ആയിട്ട് അവർ കണക്കാക്കുകയാണ്. അല്ല, ഞാൻ ആ കഴിവ് അത് അവർ ജയിച്ചു കഴിഞ്ഞാണ്, അത് നമ്മൾ വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനം അംഗീകരിച്ചാണ്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അതേ ജനത്തിന് തിരിച്ച് അവരെ തോൽപ്പിക്കാനും കഴിയും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിന് വരെ ഈ വെറുതെ ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്തിട്ടുണ്ടാകാൻ വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വടകരയിൽ അത്തരത്തിലൊരു വർഗീയ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ നടന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് മലബാറിലെ ഞങ്ങളൊക്കെ ജയിച്ചു വന്നതിൽ മഹാഭൂരിപക്ഷം ഹിന്ദു ജനപ്രതിനിധികളാണല്ലോ. ഞങ്ങളെങ്ങനെയാണ് ജയിച്ചു വന്നത്? അവരുടെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുണ്ടല്ലേ. ടീച്ചർ ചെയ്ത് വലിയൊരു അപരാധം. ഈ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് CPMകാരുണ്ടാക്കിയതാണ് ഈ കാഫർ എന്നുള്ള പ്രയോഗം. ഒരിക്കലും വടകരയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടായിട്ടില്ല. വടകരയുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷവും ഹിന്ദു MP-മാരും MLA-മാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മുസ്ലിം ജനവിഭാഗങ്ങളോട് വോട്ട് ചെയ്തിട്ടാണ് അവരൊക്കെ ജനപ്രതിനിധികളായത്. അങ്ങനെയില്ലാത്തൊരു ചിന്താഗതി ഇപ്പോൾ ഒരു വിഭാഗത്തിന് വന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ഇലക്ഷനിൽ മാന്യമായിട്ട് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുക, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും, ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. യെസ്, ഇതാണ് മുരളീധരൻ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള രാഷ്ട്രീയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കെ മുരളീധരന്റെ വാക്കുകൾ എന്നതാണ് പ്രത്യേകത. ഒപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയിലും സംഘടനാ തലത്തിലുള്ള പൊളിച്ചെഴുത്തൽ എങ്ങനെ വേണമെന്നടക്കമുള്ള കെ മുരളീധരന്റെ പതിവ് ശൈലിയിലുള്ള ഇടപെടൽ കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ എത്തിക്കപ്പോൾ നമുക്ക്